അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹു മൗലാനൽ അലീം. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ടൈറ്റിലിൽ കണ്ട പോലെ ഈ ഒരു സൂറത്ത് ഓതിയാൽ സമ്പന്നനായിട്ടില്ലാതെ നിങ്ങൾ മരിക്കുകയില്ല എന്നാണ് പണ്ഡിത പക്ഷം. അതായത് ഈ സൂറത്ത് ഓതുന്നതിലൂടെ നിങ്ങളുടെ ഏത് കാര്യത്തിലാണോ ബലഹീനതയുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് സമ്പത്താണോ ഇല്ലാത്തത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, സന്താനങ്ങളാണോ ഇല്ലാത്തത് അതും നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെ എല്ലാ നിലക്കും ഒരാൾ പരിപൂർണതയിലെത്തുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ആ സൂറത്തിനെ കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഖുർആൻ പാരായണം നമ്മുടെ എല്ലാവരുടെയും ഒരു ദിനചര്യയാകാം. നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ദിനചര്യയായിട്ടുണ്ട്. അതിലൊരു ദിനചര്യയായി മാറണം ഖുർആൻ പാരായണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കരഗതമാവുകയുള്ളൂ. നാളെ ശുപാർശ ചെയ്യുന്ന ഒരു ശുപാർശകനാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം നടത്തുക. അള്ളാഹുവിന്റെ കലാമാണ് എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്ന ഈ സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ, ഈ സൂറത്തില് 98 ആയത്തുകളാണുള്ളത്. ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പാരായണം ചെയ്യുന്ന അൽ കഹഫ് സൂറത്ത് കഴിഞ്ഞു വരുന്ന ഒരു സൂറത്താണിത്. 98 ആയത്തുകളുള്ള ഈ സൂറത്തിൽ 962 വേർഡ്സ് ആണുള്ളത്. ഈ സൂറത്തിന്റെ പേര് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവിയുടെ പേരിലാണ് ഈ സൂറത്തുള്ളത്. സൂറത്ത് മറിയം. നിരന്തരം ഓതുന്ന ആളുകൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് നേടാൻ സാധിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിരന്തരം ഓതുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് നബിമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് മറിയം. ചരിത്ര പാഠങ്ങളുണ്ട് അതിൽ. സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്ത് മറിയം ബീവിയുടെ ചരിത്രം, ഈസാ നബിയുടെ ചരിത്രം, അങ്ങനെ മൂസാ നബിയുടെ, ഇബ്രാഹിം നബിയുടെ തുടങ്ങി നബിമാരുടെ ഒരു ശൃംഖല, അതിന്റെ ഒരു ചരിത്രം, അതിന്റെ പശ്ചാത്തലം എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു സൂറത്താണിത്. ഒരിക്കൽ പാരായണം ചെയ്യുന്നവർക്ക് ഇതിൽ പറയുന്ന നബിമാരായിട്ടുള്ള മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, യാക്കൂബ് നബി, അങ്ങനെ ഈ നബിമാർക്കൊക്കെ, സക്കരിയ നബി, അവർക്കൊക്കെ നിങ്ങൾ 10 സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ നബിമാരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അവർക്കൊക്കെ സ്വതക്ക ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ പാരായണം ചെയ്യുന്നവർക്കാണത്. നമ്മൾ ഒരുപാട് തവണ പാരായണം ചെയ്തവരാണ്, ഇനിയും പാരായണം ചെയ്യണം. ഒരിക്കൽ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടിയ നിഅമത്ത് അത്രയാണെങ്കിൽ എന്നും പതിവായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ഐശ്വര്യവും നേടിയിട്ടല്ലാതെ അവർ മരിക്കില്ല എന്നാണ്. സന്താനം കൊണ്ട് സന്തോഷിപ്പിക്കും, സമ്പന്നനാക്കും. ഈ ഈസാ നബിയുടെ, അവരുടെ അനുചരന്മാരുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. എല്ലായിടത്തും അധികാരങ്ങൾ ലഭിക്കും. ആഖിറത്തിൽ സുലൈമാൻ നബിക്ക് ഒരുപാട് അധികാരങ്ങൾ, ഒരുപാട് നബിമാർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ നബിക്ക് ഒരുപാട് അധികാരങ്ങൾ അള്ളാഹു ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് പലതും അറിയാം. നബിമാർക്ക് ഒക്കെ കിട്ടുന്ന പോലെയുള്ള വലിയ ഒരു പദവി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻഗണന നമുക്ക് ലഭിക്കും. ആഖിറത്തിൽ എല്ലാ കാര്യത്തിലും ഒരു അധികാരമുള്ള ഒരു വ്യക്തിയെ പോലെ നമ്മൾ നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായും നാം എല്ലാവരും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് മറിയം. എന്താണ്, നിങ്ങൾ എല്ലാവരും പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ്
നിങ്ങൾക്ക് നേട്ടമല്ലാതെ കോട്ടമൊന്നും ഇതുകൊണ്ട് സംഭവിക്കുകയില്ല. അപ്പൊ മറക്കണ്ട, സൂറത്ത് മറിയം എല്ലാവരും എല്ലാ ദിവസവും പാരായണം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ